ചാർലി വന്നിട്ട് ഒത്തിരി നേരമായോ? ഏയ്, എന്താ ഇങ്ങനെ വിളിച്ചു നോക്കണേ? വന്നിട്ട് ഒത്തിരി നേരമായോന്ന്. ചാർലി വരൂ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഏയ്, ഇതെന്തു പറ്റി? ഒന്നുമില്ല. പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, നന്ദു എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യ ചാർലി? പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിക്കൂടത്തിൽ പോയി നിൽക്കണോ? അതല്ല, മഹേന്ദ്രവർമ്മയുടെ മകൾ നന്ദിത ഞങ്ങളെ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല്. ചാർലിക്ക് തെറ്റി. മഹേന്ദ്രവർമ്മയുടെ മകളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വളർത്തു മകളെന്നല്ലേ പറഞ്ഞത്. എന്താ മറന്നുപോയോ? ഇല്ല. മഹേന്ദ്രവർമ്മയുടെ വളർത്തുമകൾ നന്ദിത ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ കുട്ടിക്കാനം മുക്കൂട്ട് തറയിൽ കൊച്ചു വറീദിന്റെയും ഏലിയാമ്മയുടെയും ഏക മകൾ റോസ് മേരിക്ക് നിങ്ങളുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നുണ്ടോ? റോസ് മേരിയോ? അതായത് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു അല്ലേ? സത്യമാണ് ചാർലി. ചാർലിയോടത് മറച്ചു വെക്കാൻ എനിക്കാവില്ല. ഓർമ്മ വെക്കും മുമ്പ് എന്നോ എവിടെയോ നഷ്ടപ്പെട്ട അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും പുന്നാര മകൾ റോസ് മേരി അവിടുന്ന് മെക്കാരയിലെ അനാഥാലയത്തിലെത്തിയതും ബിസിനസ് കാര്യങ്ങളുമായി മൈസൂരിലെത്തിയ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രിയായതുമെല്ലാം ഒരു പഴങ്കഥ മാത്രം. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണോ? നോക്കു ചാർലി, കർത്താവിന്റെ കുഞ്ഞാടുകളാണ് നമ്മൾ. കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് സത്യ. അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്ന എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരടുപ്പം ചാർലിയോട് മാത്രം തോന്നാൻ. എന്താണ് കണ്ണു കാണാൻ പാടില്ലേ? സ്റ്റുപ്പിഡ്. സോറി. സോറി. വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് സോറി എന്നാ? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഉത്തരം പറയോ? പവിത്രൻ അല്ലേ? ഐ എം ജോർജ് മണവാളൻ. നിങ്ങളല്ല എന്നാ ഹോസ്പിറ്റലിൽ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തിയത്? ബോംബോ? ഏത് ബോംബ്? എവിടുത്തെ ബോംബ്? എങ്ങനത്തെ ബോംബ്? അത് ഞങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാ? നിങ്ങൾ തന്നെ. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. നിങ്ങളെ ഞാൻ പലയിടത്തും തിരക്കി. അന്ന് നിങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ രോഗശൈലിയിൽ കിടന്ന എൻ്റെ ആനിമോളെ എന്നേക്കും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. നേരിൽ കണ്ട് ഒന്ന് നന്ദി പറയാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു ഞാൻ. എനിവേ, കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ സന്തോഷം. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് എന്നോടൊപ്പം ആവും. എൻ്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. എൻ്റെ ഒരു ആഗ്രഹം അത്. ഞങ്ങൾ വരാം സാർ. താങ്ക് യു വെരി മച്ച്. ബൈ. നല്ല മനുഷ്യല്ലേ? ഡീസന്റ് അല്ലേ? വെറും നന്ദി വാക്കിൽ മാത്രം തീരുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്തത്. എന്നുവെച്ച് എന്റെ കുഞ്ഞിന്റെ ജീവന് വില പറയുകയുമല്ല. ലുക്ക്, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്നാലാവുന്ന എല്ലാ സഹായവും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഹലോ, 1 minute. ആലോചിച്ച് പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ് മീ സർ. എന്താ ചോദിക്കുക? ജസ്റ്റ് എ മിനിറ്റ്. എന്ത് സഹായം ചെയ്തു തരാമെന്നല്ലേ അയാള് പറഞ്ഞത്? ആ സ്ഥിതിക്ക് ഒരു 10 ലക്ഷം രൂപ ചോദിച്ചാലോ? ശരിയാ. കൈയടി റെഡിയായിട്ട് ഇപ്പൊ തരും. നീടാ പോണു? കൈ കഴുകി റെഡിയായിട്ട് വരാ. അവിടെ എടാ മനുഷ്യനെ അത്യാഗ്രഹം പാടില്ല. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് 8 ലക്ഷം രൂപ വരെ. അതാണ് ശരി. അതാകുമ്പോ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ചെയ്യാം. രൂപയൊന്നുമല്ല നമുക്കിപ്പോ ആവശ്യം. അതെ, എന്നേക്കുമായി നമുക്ക് രക്ഷപ്പെടാൻ ഒരു ജോലി. അത് അയാൾ തരുമെന്ന് ചോദിക്കാം. വലിയ ബിസിനസ്സുകാരനല്ലേ പറഞ്ഞു. ഇതാണ് ശരി. പതുക്കെ അയാൾ വരുന്നുണ്ട്. ഐ എം സോറി. കുഴപ്പമില്ല. നീ പറഞ്ഞാ മതി. പറയുന്നു. എന്താ? ഒന്നുമില്ല. പറഞ്ഞോളൂ. അത് പറ. ഞങ്ങൾക്ക് പണമായിട്ടൊന്നും വേണ്ട സാർ. പിന്നെ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തന്ന. അയ്യോ, പെട്ടെന്നൊരു ജോലി എന്നൊക്കെ പറയുമ്പോ അതും 4 പേർക്കും കൂടി. എന്നാ പണം മതി. വേണമെങ്കിൽ തൽക്കാലം ഒരാൾക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം.
മദ്രാസിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയിലാണ്. ശരി, അത് ആർക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിപ്പോ തീരുമാനിക്കാനൊന്നുമില്ല, എനിക്ക് തന്നെ. അല്ലാതെ ആർക്കാ തീരുമാനിക്കാനുണ്ട്. ഈ കൂട്ടത്തിൽ ഇപ്പൊ ക്വാളിഫിക്കേഷൻ കൂടുതൽ എനിക്കാ. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനോ? നീ 4ാമത്തെ തവണ പാസ്സായത്. 4ാമത്തെ തവണ പാസ്സായാൽ പാസ്സായതായിട്ട് കൂട്ടൂലേ? കൂട്ടായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. സാർ, ആ ജോലി എനിക്ക് കിട്ടിയ സാറിന് പുണ്യം കിട്ടും. രോഗശൈലിയിൽ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും എന്റെ പണമില്ല സാർ. ഇത് നമ്പറാണ് സാർ, ഈ സെന്റിമെന്റ്സിൽ വീഴരുത്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അമ്മക്കഥ ഇപ്പൊ നിനക്ക് എങ്ങനെ ഉണ്ടായടാ? സാർ ഇത് വെറുതെ. ഓക്കെ ഓക്കെ, നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കിടണ്ട. ആർക്ക് വേണമെന്ന് തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ ഓഫീസ് അഡ്രസ്. നാളെ ഒന്ന് കണ്ടാൽ മതി. ശരി സാർ. ഓക്കെ, അതെടുക്കടാ. കാടൊക്കെ വെച്ചോ, പക്ഷെ ജോലി എനിക്കായിരിക്കും. അത് ആലോചിക്കാം. നീ മടി കരുതി. എന്നാ ഇരിക്കാം. വേണ്ട, കിടക്ക്. എന്താ ഇത്? ഒരു നിസ്സാര കാര്യത്തിന് പരസ്പരം വഴക്കടിച്ച് മുഖം വീർപ്പിച്ചിരിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഒരുമിച്ച് മരിക്കാൻ പോലും തയ്യാറായവരല്ലേ നമ്മള്? ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത്? ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി തരാമെന്ന് മണവാളൻ സാറ് പറഞ്ഞു. അത് ആർക്ക് വേണമെന്ന് തീരുമാനിക്കണം. അത്രയല്ലേ ഉള്ളൂ. എഴുന്നേക്ക് എഴുന്നേക്ക്. ഞാൻ തീരുമാനിക്കാം. എഴുന്നേക്ക്. ആ വാ. ദേ, നമ്മളിൽ ആരാണ് ഭാഗ്യവാനെന്ന് നമ്മൾ തീരുമാനിക്കണ്ട, ദൈവം തീരുമാനിക്കട്ടെ. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. 1 2 3. ഞാൻ തന്നെ അതങ്ങ് ഓച്ചറ പോയി പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്നെ തൊട്ടെന്ന്. എന്നെ തൊട്ട ഞാനല്ലേ? നിന്നെ തൊട്ട്. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. 1 2 3 4 5. ഞാൻ തന്നെ. ഞാൻ ഇത് കളകളി. മണ്ണെണ്ണ കപ്പൽ എവിടെ വന്നിറങ്ങി? റോട്ടില്. താടിയെ ഞാൻ മരിച്ചു വിടും പുല്ലേ. എന്താ ഇത്? കൊച്ചുപിള്ളേരെ പോലെ വട്ടം തൊട്ട് കളിക്കുക. അതെ, ഞങ്ങള് തമ്മിൽ ചെറിയൊരു തർക്കം. ആരാണ് ഈ കൂട്ടത്തിൽ ഭാഗ്യവാൻ? എന്താ ഇത്ര വലിയ ഭാഗ്യം വരാൻ പോകുന്നത്? ആദ്യം അത് കേക്കട്ടെ. കാര്യം വേറൊന്നുമില്ല. എന്തോ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തിയില്ലേ? അതിന് സമ്മാനമായിട്ട് ഞങ്ങൾ ഒരാൾക്ക് ഒരു ജോലി കിട്ടും. അത് ആർക്ക് വേണം എന്നുള്ളതാ ഇവിടെ ഇപ്പൊ ഒരു തർക്കം. ഒരു കാര്യം ചെയ്യാം, നന്ദു ഒരു തീരുമാനം എടുക്കും. ഞാനൊരു തീരുമാനം എടുത്തു. അത് ആരും അംഗീകരിച്ചില്ല. ഇത്രേ ഉള്ളോ? നമുക്കൊരു കാര്യം ചെയ്യാം, നറുക്കിടാം. ആർക്ക് നറുക്ക് വീഴുന്നോ അയാൾക്ക്. കറക്റ്റ്. നമുക്ക് ആ ബുദ്ധി പോയില്ല. ചാർലി, ഹൈദർ, പവിത്രൻ, അതേ ഉണ്ണി. ഉണ്ണി. ആ ഉണ്ണി എടുക്ക. ചാർലി ചാർലി എനിക്കല്ലേ എനിക്ക് ജോലി കിട്ടി. ആ ഇവിടെ